Good morning, students. Adutha university question ആണ്. Evaluate the integral 0 to 4 integral root y to 2 e raised to x cube dx dy by reversing the order of integration. ഫെബ്രുവരി 2017 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് 2015 സ്കീമിൽ സ്റ്റുഡൻസിനോട് ചോദിച്ച ചോദ്യം. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഡബിൾ ഇന്റഗ്രൽ e raised to x cube dx dy എങ്ങനെ എഴുതാം? dy dx എഴുതാം. ചേഞ്ചിങ് ദ ഓർഡർ ഓഫ് ഇന്റഗ്രേഷൻ. അപ്പൊ വൈയുടെയും എക്സിന്റെയും പുതിയ ലിമിറ്റ് കണ്ടുപിടിക്കാം. ഇവിടെ എക്സിന്റെ ലോവർ ലിമിറ്റ് എന്താണ്? റൂട്ട് വൈ. അപ്പർ ലിമിറ്റ് എന്താണ്? 2. വൈയുടെ ലോവർ ലിമിറ്റ് എന്താണ്? 0. വൈയുടെ അപ്പർ ലിമിറ്റ് എന്താണ്? 4. ഇതെല്ലാം എക്സിന്റെ വൈയുടെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് ഇതെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മൾ പണം വരയ്ക്കാം. ഇത് എക്സ് ആക്സിസ്, എക്സ് എക്സ് ഡാഷ്, ഇത് വൈ വൈ ഡാഷ്. ഇത് നമ്മള് എക്സ് ഇസിക്കൽ റൂട്ട് വൈ എന്ന് പറഞ്ഞതാണ് എക്സ് സ്ക്വയർ ഇസിക്കൽ ടു വൈ ആണ്. പാതി പറയാൻ ഈ പോയിന്റ് 1, ഈ പോയിന്റ് 2. ഇനി അപ്പോ എക്സ് ഇസിക്കൽ റൂട്ട് വൈ എന്നുള്ള പരാബോള വരച്ചു. ഇനി എക്സ് ഇസിക്കൽ 2, എക്സ് ഇസിക്കൽ 2 എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ വരും. ഈ ലൈനിന്റെ പേര് എക്സ് ഇസിക്കൽ 4 ആണ്. വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസ് ആണ്, ഈ ആക്സിസ്. വൈ ഈക്വൽ ടു 4, വൈ ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ നോക്കിയേ, ഇവിടെ എക്സ് ഇസിക്കൽ റൂട്ട് വൈ ആണ്. എക്സിന്റെ വാല്യൂ 2 വരുമ്പോ വൈയുടെ റൂട്ട് വൈ ഇസിക്കൽ 2 വരും. വൈ ഇസിക്കൽ എന്ത് വരും? 4 വരും. അപ്പൊ ഈ ഒരു 4 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 2 4 ആയിരിക്കും. 2 4. അപ്പോ ഇതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇത് 4 ഇവിടെ ആണെങ്കിൽ 0 4 ആണെങ്കിൽ നമ്മൾ പാരലലായിട്ട് ലൈൻ, ഈ ലൈനിന്റെ പേര് എന്താണ്? y is equal to 4 ആണ്. y is equal to 4. അപ്പൊ നമ്മള് തന്നിരിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിനെല്ലാം കൂടി ബൗണ്ട് ചെയ്ത് നമ്മൾ ആ റീജിയൻ കണ്ടുപിടിക്കണം. y equal 0, x equal root y, x is equal to ഇതെല്ലാത്തിനും കോമൺ ആയിട്ട് വരുന്ന റീജിയൻ ഇതാണ്. ഇതാണ് നമ്മുടെ റീജിയൻ. ഇനി ഈ റീജിയനില് നമ്മള് വൈയുടെയും എക്സിന്റെ ലിമിറ്റ് ആണ് കണ്ടുപിടിക്കാൻ. വൈയുടെ എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ സ്ട്രിപ്പ് വരച്ചു. സ്ട്രിപ്പ് എങ്ങനെ വരയ്ക്കുന്നു? പാരലൽ ടു വൈ ആക്സിന് പാരലൽ സ്ട്രിപ്പ് വരച്ചു. അത് താഴെ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? എക്സ് ആക്സിസ് ആണ്. എക്സ് ആക്സിൽ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? മുകളിൽ ടച്ച് ചെയ്യുന്ന എവിടെയാണ്? ഈ പരാബോളയാണ് ടച്ച് ചെയ്യുന്നത്. പരാബോളയുടെ പേര് എന്താണ്? എക്സ് ഇസിക്കൽ റൂട്ട് വൈ. എക്സ് ഇസിക്കൽ റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് സ്ക്വയർ ഇസിക്കൽ ടു വൈ ആണ്. അപ്പോ വൈയുടെ അപ്പർ ലിമിറ്റ് എന്തായിരിക്കും? വൈയുടെ അപ്പർ ലിമിറ്റ് എക്സ് സ്ക്വയർ. വൈയുടെ അപ്പർ ലിമിറ്റ് നമുക്ക് എക്സ് സ്ക്വയർ കിട്ടി. ഇനി എക്സിന്റെ ലോവർ എന്താണ്? എക്സ് വേരി ഫ്രം ഈ പോയിന്റ് എന്താണ്? 0 0 ആണ്. വേരി ഫ്രം 2 0 ആണ്. ഇത് 2 0 ആണ്. അപ്പൊ എക്സ് വേരി ഫ്രം 0 to 2. അപ്പൊ എക്സിന്റെയും വൈയുടെയും ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ 0 to 2, ഇന്റഗ്രൽ 0 to 2 e raised to x cube ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വരും e raised to x cube into y. 1 ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ e raised to x cube കോൺസ്റ്റന്റ് ആണ്. e raised to x cube into y, ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് x സ്ക്വയർ dx. നമ്മൾ ലിമിറ്റ് കൊടുക്കുക 0 to 2 e raised to x cube into y ക്ക് വരും x സ്ക്വയർ. ലോവർ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിന്റെ റിമൈനിങ് പോർഷൻ ഇനി ഇവിടെ നമുക്ക് ഈ എക്സ് ക്യൂബിന്റെ എക്സ് സ്ക്വയർ dx ആവുന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കണം? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കണം? എക്സ് ക്യൂബിന് നമ്മൾ യു കൊടുക്കണം. അപ്പൊ 3x സ്ക്വയർ dx, 3x സ്ക്വയർ dx എന്ത് വരും? du. അപ്പൊ എക്സ് സ്ക്വയർ dx എന്ത് വരും? നമുക്ക് du by 3. ഇവിടെ നമ്മൾ ഈ യുവിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പോ ഇന്റഗ്രൽ e raised to x ക്യൂബിന് u കൊടുക്കുന്നു, x സ്ക്വയർ dx ന് വരെ കൊടുക്കുന്നു 1/3. 1/3 നമ്മൾ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ e raised to u d. അപ്പോ x ൽ നിന്നും യുവിലോട്ട് മാറുമ്പോൾ വേരിയബിളും ലിമിറ്റും മാറും. പുതിയ ലിമിറ്റ് എന്നർത്ഥം. x നമുക്ക് 0 വരുമ്പോൾ u എത്രയായിരിക്കും? u എന്ന് പറയുന്നത് 0 ആയിരിക്കും. x എന്ന് പറയുന്നത്
2 ആവുമ്പോൾ യു എന്ന് പറയുന്നതായിരിക്കും 2 ക്യൂബ് 8. അപ്പൊ പുതിയ ലിമിറ്റ് എന്ത് കിട്ടി? 0 to 8. ഇനി നമുക്ക് അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാം. 1/3 into e raised to u 0 to 8. That is 1/3 into e raised to 8 minus e raised to 0. എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 into e raised to 8 minus 1. അപ്പൊ നമുക്ക് കിട്ടിയ ഫൈനൽ ആൻസർ എത്രയാണ്? 1/3 into e raised to 8 minus 1. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ ആയിട്ടുള്ളത്. നമ്മൾ ഈ പ്രോബ്ലം ചോദിച്ചത് എങ്ങനെയായിരുന്നു? dx dy യിലാണ് ചോദിച്ചത്. നമുക്ക് എങ്ങനെ ചെയ്യണം? dy dx പ്രോബ്ലം ചെയ്യണം. dy dx ലാണ് പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ dy dx പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്? തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്നും വൈയുടെയും എക്സിന്റെയും ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് കണ്ടുപിടിച്ചു. അത് വെച്ചിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചു. ആ ഗ്രാഫിൽ നമ്മൾ റീജിയൻ കണ്ടെത്തി, കറക്റ്റ് ആയിട്ട് റീജിയൻ കണ്ടെത്തി. ആ റീജിയനിൽ നമ്മൾ വൈ വെച്ച് ആദ്യം ചെയ്യുമ്പോൾ വൈക്ക് വേണ്ടിയിട്ട് ഒരു സ്ട്രിപ്പ് വരച്ചു പാരലൽ ടു വൈ ആക്സിസ്. വെരി ഇമ്പോർട്ടന്റ് ആണ് പാരലൽ ടു വൈ ആക്സിസ്. വൈ ആക്സിസ് പാരലൽ വെച്ചു. അങ്ങനെ നമ്മൾ താഴെ ടച്ച് ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായി? 0 ആണെന്ന് മനസ്സിലായി. എക്സ് ആക്സിൽ വൈ 0 ആണ്. മുകളിൽ ടച്ച് ചെയ്യുന്ന പരാബോളയിലാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എക്സ്. പിന്നെ അതുപോലെ തന്നെ എക്സിന്റെ ലിമിറ്റ് കിട്ടാനായിട്ട് ഇത് സോൾവ് ചെയ്തെടുത്തപ്പോൾ 0 0 2 4 ആ പോയിന്റ് 0. ഇനി നമ്മൾ അതിന് ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? e raised to x ക്യൂബിന്റെ x സ്ക്വയർ കിട്ടി. e raised to x ക്യൂബിന്റെ x സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ മെത്തേഡ് ഉപയോഗിച്ചു. ആ മെത്തേഡിന്റെ പേരെന്താണ്? ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. ഇവിടെ എന്താണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്? എക്സ് ക്യൂബിന് ഒരു യു. എക്സ് ക്യൂബ് യു കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 3x² dx du വരും. അപ്പൊ x² dx എന്ത് വരും? du/3. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വന്നപ്പോൾ കംപ്ലീറ്റ് യൂലോട്ട് മാറി. നമ്മളൊരു വേരിയബിൾ മറ്റൊരു വേരിയബിളോട്ട് മാറ്റുമ്പോൾ ലിമിറ്റ് മാറണം. പുതിയ ലിമിറ്റ് എന്ത് കിട്ടി? 0 to 8. ആ പുതിയ ലിമിറ്റ് വെച്ച് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത അവസാനം കിട്ടിയ ആൻസർ ആണ് 1/3 into e raised to 8 minus 1. ഇത് ഫെബ്രുവരി 2017 5 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തു.